കുടലിലായിരുന്നു മമ്മൂട്ടിയുടെ ക്യാൻസർ എന്നാണ് വാർത്തകൾ വന്നത്. ഇതിന് ലാബ് റിപ്പോർട്ടുകളുമൊക്കെ വാർത്തകളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ അതിനുശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ചെറിയൊരു അംശം മാത്രമേ ശരീരത്തിൽ ബാക്കി നിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രോട്ടോൺ തെറാപ്പി ഇപ്പോൾ ഇവിടെ ഉള്ളത് വളരെയധികം തന്നെ നല്ലതാണ് എന്ന് എല്ലാവരും അഭിപ്രായത്തിൽ പറയുന്നുണ്ട്. സാധാരണ പ്രോട്ടോൺ തെറാപ്പിക്കൊക്കെ തന്നെ പുറത്തു പോകണമായിരുന്നു. വിദേശത്ത് മാത്രമായിരുന്നു അത് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ ചികിത്സ സക്സസ് ആയതിനു ശേഷം എല്ലാവരും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ ഒരു തുടക്ക ക്യാൻസറാണ്. ഇപ്പോൾ രണ്ടാമത് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത്രയും കുറവുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ശ്രമിക്കാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണ ആൾക്കാർക്കും അത് ശ്രമിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. കുറച്ച് വില കൂടുതലാണെങ്കിലും ജീവൻ രക്ഷിക്കാനായി ഇത് ഉപയോഗിക്കാമല്ലോ എന്ന് നിരവധി പേർ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഇപ്പോൾ കേൾക്കുകയാണ്. ഈദായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊരു സന്തോഷ വാർത്തയാണെന്നാണ് പറയുന്നത്. എല്ലാവരും കാത്തിരുന്നൊരു വാർത്തയെന്ന് അക്ഷരാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു. ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത തന്നെയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടതെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നു. ഈദ് ദിവസം കേൾക്കാൻ പറ്റിയൊരു വാർത്തയാണെന്ന് പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾ കാത്തിരുന്നൊരു വാർത്ത തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് ഈ വാർത്ത ഞങ്ങളിലേക്ക് എത്തുമെന്ന് കരുതിയില്ല. ഈദ് ദിവസം തന്നെ ഇതെത്തിയത് പടച്ചോൻ്റെ ഒരു കൃപയാണെന്നും പ്രേക്ഷകർ പറയുന്നു. മലയാള സിനിമയിൽ ഇപ്പോൾ വിമർശനങ്ങൾ കൊണ്ട് നിറയുകയാണ് എന്ന് പറയാം. അതേ വശത്തൂടെ തന്നെ മമ്മൂട്ടി പതിയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നത് നമുക്ക് സന്തോഷമാണ്. ശരീരവും ആരോഗ്യവും അത്രയും അധികം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് നടൻ മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖം വന്നപ്പോൾ അത് എല്ലാവർക്കും ഞെട്ടലായി മാറി. അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖം വരുമെങ്കിൽ നാളെ നമുക്കും അത് വന്നേക്കാം. അത് നമ്മുടെ ഉള്ളിലുണ്ടാകാം. അത് എപ്പോൾ വേണമെങ്കിലും പുറത്തു ചാടാം. ഇങ്ങനൊരു ചിന്തയായി എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. നമ്മുടെ കുടുംബത്തിന് നമ്മളെ വേണമെന്നുള്ളത് അവരുടെയും കൂടെ ആവശ്യമാണ്. അത് നമ്മൾ മുന്നിൽ കണ്ടു വേണം പെരുമാറാൻ. അതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് നിൽക്കാൻ. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ പോലും എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. എല്ലാവർക്കും ആ കാര്യം അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ എല്ലാവർക്കും മമ്മൂട്ടിക്കുന്ന ക്യാൻസർ മാറിയാൽ മാത്രം മതി. എന്തായാലും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ട്, അതായത് ചികിത്സയെല്ലാം കഴിഞ്ഞതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള വന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ വളരെയധികം തന്നെ ഇഷ്ടപ്പെടുകയും അതുപോലെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയണം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്ന പേർ ഇത് അംഗീകരിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ അസുഖം ഭേദമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. സന്തോഷമല്ലാതെ മറ്റൊന്നും അവർക്കും പങ്കുവയ്ക്കാനില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.